ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ചെറിയൊരു പോരായ്മ ഈ ഒരു മൈക്കിൽ വരുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വയർലെസ് മൈക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ വ്ളോഗേഴ്സും കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരും ഒത്തിരി ആളുകളുണ്ട്, ഇൻ്റർവ്യൂസ് ചെയ്യുന്നവർക്ക്. ഇവർക്കൊക്കെ കിടിലനായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വയർലെസ് മൈക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഏകദേശം ഒരു 2000 താഴെ ആയിട്ട് വരുന്ന ഒരു മൈക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കേട്ടിട്ടുണ്ടാകും. ഗ്രനാരോ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അതിൻ്റെ S13 Pro എന്നുള്ള മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതായത് നോയ്സ് റിഡക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റീവർബ് മോഡ് വരുന്നുണ്ട്. റീവർബ് മോഡ് വരുമ്പോൾ നമുക്ക് എക്കോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂട്ടിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഒത്തിരി ഫങ്ഷൻസ് അടങ്ങിയ ഒരു മൈക്കാണിത് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് എത്രത്തോളം ഇതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് വർത്താണോ, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വരാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സിൽ കൊടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ ഗ്രനാരോ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാം. താഴെയായിട്ട് S13 Pro എന്നുള്ള അവരുടെ മോഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനും താഴെയായിട്ട് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ വയർലെസ് മൈക്രോഫോൺ എന്നുള്ളൊരു ബാഡ്ജിങ് സൈഡിലുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ 4 കളറുകൾ കാണാം. ഈ ഒരു മൈക്രോഫോൺ 4 കളറുകൾ അവൈലബിൾ ആണ്. ഒരു ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ 4 കളറുകളാണ്. അതിനനുസരിച്ച് റേറ്റും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് ഇവരെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ എന്നാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള കണക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫോണിൽ കണക്ട് ചെയ്ത് അതിൻ്റെ റിസീവർ കണക്ട് ചെയ്ത് മൈക്കൊന്ന് ഓൺ ചെയ്താൽ തന്നെ മൈക്ക് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഹൈലി സെൻസിറ്റീവ് മറ്റൊരുപാട് ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ബോക്സ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും. ഈ ഒരു രീതിയിലാണ്. ഫസ്റ്റായിട്ട് ഇതിൻ്റെ വാറൻറ്റി കാർഡ് കാണാൻ കഴിയും. ഇവരുടെ 1 year വാറൻറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ QR കോഡ് കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. മൈക്രോഫോണിൻ്റെ ബോക്സും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബോക്സും കാണാം. അതിൻ്റെ USB Type-C കേബിളാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. അപ്പോൾ ആ ഒരു Type-C കേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐഫോണിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റ്നിങ് പോർട്ടും ഇതിൻ്റെ കൂടെ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ബോക്സ് നമുക്കിവിടെ മാറ്റി വെക്കാം. നെക്സ്റ്റായിട്ട് ഈ ഒരു ബോക്സ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് താഴെയായിട്ട് അതിൻ്റെ യൂസർ മാനുവൽ കാണാം. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിൽ അത് യൂസ് ചെയ്യുന്ന വിധം, അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്, ബട്ടൺസിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ മെയിനായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ കാണാം. അതിൻ്റെ റിസീവറിൻ്റെ ലൈറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് മാറ്റി വെക്കാം. യെസ്, അങ്ങനെ അവസാനം ഇതാണ് നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്തതാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മൈക്ക് വരിക കേട്ടോ. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് സ്റ്റിക്കർ ഇതിൽ റിമൂവ് ചെയ്ത് വെച്ചതാണ്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്തതാണ്. കാരണം ഈ ഒരു സ്റ്റിക്കർ വരുന്ന സമയത്ത് ചാർജിങ്ങിൻ്റെ കോൺടാക്റ്റ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചാർജിങ് കയറുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പീൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മൈക്ക് വരുന്നത് കേട്ടോ. മൈക്ക് അതിൻ്റെ റിസീവർ കാണാം. 2 മൈക്കുകളാണ് വരുന്നത്. നമ്മൾ ഇതിലിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിലിട്ട് തന്നെ ഉള്ളിൽ താഴെയായിട്ട് 3 പിന്ന് കാണാം. ഇത് മുഖേനയാണ് ചാർജ് ആവുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ചാർജിങ് ഇൻഡിക്കേഷൻസ് കാണാം. അതായത് ഈ ഒരു പവർ ബാങ്കിൽ, അതായത് ഈ ഒരു ബോക്സിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സൈഡിൽ ഗ്രനാരോ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് Type-C പോർട്ട് വരുന്നത് നമ്മൾ ചാർജ് ചെയ്യാനുള്ള. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു കൊടുക്കുന്ന പൈസക്കുള്ള ആ ഒരു വെർത്ത് ഉണ്ടോയെന്ന് വെച്ചാൽ വെർത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി മൈക്കിലേക്ക് വരുന്ന സമയത്ത് മൈക്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മൈക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു Type-C പോർട്ട് കാണാം. ഇത് നമുക്ക് ലൈവ് ഓഡിയോ അതുപോലെ തന്നെ മറ്റൊരുപാട് ഫങ്ഷൻസിന് ഇത് ഉപകരിക്കും. ലൈവ് ഓഡിയോ ആയിട്ട് നമുക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറയുന്ന സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾക്കൊക്കെ നടക്കും. പിന്നെ പുറകിലായിട്ട് അതിൻ്റെ ക്ലിപ്പിംഗ് കാണാം. നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന
ആ ഒരു ക്ലിപ്പിങ്. സൈഡിലായിട്ട് അതിൻ്റെ പവർ ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ്. പിന്നെ ഒരു 4 ഇൻഡിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ കളറിലായിരിക്കും ബ്ലിങ്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ഉള്ളത് നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ ഓൺ ആക്കുമ്പോഴുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ കണക്റ്റിങ്ങും അതിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ഈക്വലൈസർ ആണ് കാണുന്നത്. ഈക്വലൈസർ ഓൺ ആയോ, ഈക്വലൈസറിൻ്റെ ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് നമ്മളെ റീവർബ് വോയിസിനാണ്. അതായത് എക്കോ മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സിമ്പലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് അറിയാനുള്ള ഒരു ഇൻഡിക്കേഷൻ. അതിനും താഴെയായിട്ട് നമ്മൾ മ്യൂട്ട് പ്രസ് ചെയ്യുമ്പോൾ മ്യൂട്ട് ഓൺ ആയോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആ ഒരു ഇൻഡിക്കേഷൻ. ഈ രീതിയിലാണ് വരുന്നത്. താഴെയായിട്ട് അവരുടെ ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് മൈക്ക് കാണാം. ഇത്തരത്തിലൊരു ഒരു കട്ടിങ് ഡിസൈനിലാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. ഒരു യുണീക്ക് ഡിസൈനാണ് വേണമെന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്കിത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. കണക്ട് ചെയ്യുന്ന വിധം സിമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ്നിങ് പോർട്ട്, അതായത് ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോണാണ്. അപ്പോൾ ഐഫോണിലാണെങ്കിൽ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന പോർട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഫോണാണെങ്കിൽ നമ്മൾ ടൈപ്പ് സി പോർട്ട് നേരിട്ട് ഈ ഒരു റിസീവർ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു മൈക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ വോയിസും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് പ്ലഗ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മൈക്ക് ഒഴിവാക്കട്ടെ. ഈ ഒരു മൈക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് പ്ലഗ് ചെയ്യാം. യെസ്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു മൈക്രോഫോണിലെ വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള നോയ്സ് റിഡക്ഷൻ കാര്യങ്ങൾ കിട്ടും. ആ ഒരു നോയ്സ് റിഡക്ഷൻ എങ്ങനെ ഓൺ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് നമ്മൾ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് നോയ്സ് വളരെ കുറവായിരിക്കും, എങ്കിലും ചെറിയ നോയ്സുകളൊക്കെ ചുറ്റുഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു നോയ്സും കുറക്കാനായിട്ട് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണ്. ഈ ഒരു പവർ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഒരു വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണക്റ്റിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ബ്ലിങ്കിങ് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ടുള്ള നോയ്സാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. നോയ്സ് ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു സൗണ്ട് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ചുറ്റുഭാഗത്തായിട്ടും കാറ്റും അതുപോലെ തന്നെ വിൻഡിൻ്റെ ആ ഒരു സൗണ്ടും പിന്നെ കിളികളെ സൗണ്ടുകളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിൽ മനസ്സിലാവും. എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു മോഡാണ് ഈ നമ്മുടെ റീവർബ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു എക്കോ കിട്ടാനുള്ള ഒരു മോഡാണ് റീവർബ് മോഡ്. റീവർബിലേക്ക് മാറ്റി നോക്കിയാലോ. റീവർബിലേക്ക് മാറ്റാൻ 3 ടൈംസ് പ്രസ് ചെയ്താൽ മതി. 1 2 3. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു എക്കോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. ഇപ്പൊ നമുക്ക് പാട്ടൊക്കെ വേണമെങ്കിൽ പാടാം, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു രീതിയിലുള്ള മോഡിലേക്കാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മോഡുകൾ വരുന്നത്. ഇനി മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടനാണ് അത്. നമുക്ക് 2 വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് മ്യൂട്ട് ആവും. രണ്ടു വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അൺമ്യൂട്ട് ആവുകയും ചെയ്യും. അപ്പോൾ മ്യൂട്ടും അൺമ്യൂട്ടും ഈ ഒരു രീതിയിലാണ് 2 വട്ടം പ്രസ് ചെയ്യുമ്പോഴാണ്. 3 വട്ടം പ്രസ് ചെയ്യുമ്പോൾ 1 2 3. ഇപ്പോൾ ആ ഒരു എക്കോ മോഡ് പോയി. ഇപ്പോൾ എക്കോ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ റീവർബ് മോഡും പഴയ മോഡിലേക്കും ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ പറഞ്ഞല്ലോ, ഒരു വട്ടം പ്രസ് ചെയ്താൽ മതി നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്വാളിറ്റി ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കമ്പനി നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ മറ്റ് പുതിയതായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു അഫോർഡബിൾ പ്രൈസിന് വാങ്ങാൻ കഴിയുന്ന ഒരു മൈക്രോഫോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു മൈക്കിൽ വരുന്ന ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു മൈക്രോഫോൺ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള വോയിസിനും വേണ്ടിയിട്ടായിരുന്നു. ഐഫോണിൽ ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാനായിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ടൈപ്പ് സി പോർട്ട് വരുന്ന മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ ഐഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഐഫോണിൽ ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ടർ, ലൈറ്റ്നിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ ഫോണിൽ കണക്റ്റ് ആവുന്നതും ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഐഫോണിൽ ഈ ഒരു മൈക്ക് ഇടയ്ക്ക് സപ്പോർട്ട് ആവുന്നില്ല. ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട്, ഇടയ്ക്ക് സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ്.
അപ്പോൾ എനിക്ക് ഐഫോണിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റോ എന്താണെന്ന് അറിയില്ല. ഞാൻ ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ അയക്കുന്നുണ്ട്. റിട്ടേൺ അയച്ചിട്ട് സെയിം ഇതേ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ടാകും, അതായിരിക്കും. മറ്റുള്ള ഫോണിലൊക്കെ സപ്പോർട്ട് ആവുന്നുണ്ട്, പക്ഷേ എൻ്റെ ഐഫോണിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മൈക്രോഫോണിൽ കറക്റ്റായിട്ട് കണക്റ്റിങ് കാര്യങ്ങളും വരുന്നില്ല, മൈക്ക് എടുക്കുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നി. അത് ഞാൻ വീഡിയോക്ക് അവസാനം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈറ്റ്നിങ് പോർട്ടാണ് ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. കാരണം ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങുക. ഈ ഒരു വാങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിട്ടേൺ അയക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ലൈറ്റ്നിങ് കണക്ടറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടൈപ്പ് സി പോർട്ടുള്ള മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സിമ്പിളാണ്. ആ ഒരു കണക്ട് ചെയ്താൽ തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫോണും ക്യാമറകളിലും ഇത് കണക്റ്റ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ നമുക്ക് ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്പുകൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചില ഫോണുകളിൽ ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ, ഒരു വീഡിയോ സൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ ചില ഫോണുകൾ കമ്പനി കൊടുക്കുന്ന ക്യാമറകളിലൊക്കെ ചില ഫോണുകളിൽ എടുക്കും, പക്ഷേ ചില ഫോണുകളിൽ സപ്പോർട്ടാവില്ല. ആ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡറി ഫോണായിട്ടുള്ള ഒരു ഫോണിൻ്റെ വോയിസിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഡോൾബി ഓൺ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ഡോൾബി ഓണിലാണ് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്ന ക്യാമറ ആപ്പിൽ ഇത് വർക്ക് ചെയ്യണമെന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ പുറമെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.